ഞാനില്ലേ, കുഴപ്പമൊന്നുമില്ല. എത്ര പറഞ്ഞാലും സാർ എവിടെയാണ്? കാഷ്വാലിറ്റി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ എന്ത് കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. വാ, രാവിലെ പുഴക്കര വെച്ച് മീൻ പിടിക്കാൻ പോയവരാ കണ്ടത്. ബോധം കെട്ട് കിടക്കുമായിരുന്നു. ലാപ്ടോപ്പ് ബാഗിൽ നിന്ന് നമ്മുടെ കമ്പനിയുടെ അഡ്രസ്സ് കണ്ടിട്ട് അവർ വിളിച്ചത്. ഞാൻ അപ്പം തന്നെ പുറപ്പെട്ടു. അപ്പൊ ഉടനെ എന്നെ വിളിക്കാമായിരുന്നില്ല തനിക്ക്? ഞാൻ സാറിന് ഒരുപാട് നേരം വിളിച്ചു, പക്ഷെ കിട്ടിയിരുന്നില്ല. എന്നാ പിന്നെ തനിക്ക് എന്നെ കോണ്ടാക്ട് ആയിരുന്നില്ല? അതിപ്പോ ഇന്നയാളാണെന്ന് വിളിച്ച് പറഞ്ഞവർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ ഒരവസ്ഥയിൽ ജീവ സാറിനെ ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. തിരിച്ചറിയാൻ പറ്റാത്ത കോലമായിരുന്നു. വാ വാ. മോനെ ജീവ, നിനക്ക് എന്ത് പറ്റി? ചേട്ടാ, ജീവേട്ടാ, ഉണർത്തണ്ട. ഇപ്പൊ പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലാത്ത പോലെയാ. അല്ലെങ്കിൽ 5-8 കൊല്ലം പേഴ്സണൽ സെക്രട്ടറിയായി എന്നെ മറക്കോ? എന്റെ പേര് പോലും ഓർമ്മയില്ല. ഇവരൊക്കെ ആരാ? ഞാൻ ഒരുപാട് നേരം ചോദിച്ചു നോക്കി, അദ്ദേഹത്തിന് ഒന്നും ഓർമ്മയില്ല. നമ്മളെ കുറിച്ചും കമ്പനിയെ കുറിച്ചും ഒന്നും. ഇവിടെ കൊണ്ടക്കിടത്തി ബോധം തെളിഞ്ഞപ്പോ 2-3 പ്രാവശ്യം ഓടിപ്പോവാൻ നോക്കി. പിന്നെ ഞാനും നേഴ്സുമാരും വളരെ കഷ്ടപ്പെട്ടാ പിടിച്ചോണ്ട് കിടത്തിയത്. ഭാഗ്യത്തിന് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. നിങ്ങൾക്ക് പേഷ്യന്റിന്റെ? ഐ എം മഹേന്ദ്രൻ, കമ്പനി മാനേജറാണ്. ഇത് അമ്മയാ. ഇത് ബ്രദറാണ്. ഹലോ ഡോക്ടർ. ഹലോ, ഐ എം വിജയ്. ഞാൻ നകുലൻ, ഡ്രൈവർ. അപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛനും അളിയനും ചിറ്റപ്പനും ഒക്കെ? അല്ല, പേഷ്യന്റ് അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. ഡോക്ടർ, ഞങ്ങളല്ലാതെ വേണ്ടപ്പെട്ടവരായ ചേട്ടന് മറ്റാരുമില്ല. ഈശ്വര, ഞാനിതെവിടെ എത്തിയിരിക്കുന്നത്? പ്രാന്താശുപത്രിയിലാണോ? മിസ്റ്റർ മഹേന്ദ്രൻ, ഒന്ന് റൂമിലേക്ക് വരൂ. ശരി ഡോക്ടർ. നകുല, പോയി ഇതുവരെയുള്ള ബില്ലെല്ലാം സെറ്റിൽ ചെയ്യാം. കാശുള്ള ടീമാ, ഇനി ഇവിടെ വിട്ടു പോകുന്നില്ല. ബോധം തെളിഞ്ഞപ്പോ അദ്ദേഹം ആദ്യം അന്വേഷിച്ചത് അച്ഛനെയും അമ്മയും അളിയനും ഒക്കെയാണ്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചത്. ജീവന് 10 വയസ്സ് പ്രായമുള്ളപ്പോഴാ അമ്മ മരിച്ചത്. 1.5 വർഷം മുമ്പ് ഒരു ആക്സിഡന്റിൽപ്പെട്ട് അച്ഛനും മരിച്ചു. ഡോക്ടർക്ക് അറിയാമായിരിക്കും, ജീവൻസ് ഗ്രൂപ്പിന്റെ MD രാജശേഖരൻ തമ്പി. ഞാൻ കേട്ടിട്ടുണ്ട്. ആ അപകടത്തിൽ നിന്നും അന്ന് ജീവൻ കഷ്ടിച്ച രക്ഷപ്പെട്ടത്. അപ്പോ അവിടെ കണ്ട സ്ത്രീ എന്റെ സഹോദരിയാ മായാദേവി. രാജശേഖരൻ സാറിന്റെ ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം 2ാമത് വിവാഹം കഴിച്ചതാ. ഓ ഡോക്ടർ, എനി പ്രോബ്ലം? നത്തിങ്, സീരിയസ് ആയിട്ടൊന്നുമില്ല. വീഴ്ചയിൽ തലയ്ക്ക് ചെറിയൊരു പരിക്കുണ്ട്. മെമ്മറി ഡിസോർഡർ ആണിപ്പോ. എനിവേ, പതുക്കെ നോർമൽ ആയിക്കോളും. എന്തായാലും 2 ദിവസം കൂടെ കിടക്കട്ടെ, പേടിക്കാനൊന്നുമില്ല. പറയൂ, ഇപ്പോഴെല്ലാം ഓർമ്മ വരുന്നില്ലേ? എനിക്കൊരു ഓർമ്മക്കുറവില്ല. കണ്ടില്ലേ, അതാണ് മന്ത്രത്തിന്റെ സിദ്ധി. എല്ലാം ഓർമ്മ വന്നെങ്കിൽ പറയൂ, ഇതാരാണ്? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഇയാൾ ആദ്യമായിട്ടാ കാണുന്നേ. നിങ്ങൾ ഉദ്ദേശിച്ച ആള് ഞാനല്ലാന്ന് എത്ര തവണ പറഞ്ഞു? ബാധ ഒഴിഞ്ഞില്ലേ? പിന്നെ നീ ആരാ? പറഞ്ഞില്ലേ, ഞാൻ ജീവനാണ്. അതെ, ആ ജീവൻ ആരുടേതാണോ ചോദിച്ചത്? നിന്റെ അച്ഛന്റെ, നിന്റെ അല്ല അവന്റെ. അവൻ പേര് മാറ്റി ബോസ്. ഐഡിയ, നമുക്ക് പേര് മാറ്റിയല്ല. നമ്മൾ പേര് മാറ്റിയ അവൻ പിന്നെ എങ്ങനെ നമ്മളെ തിരിച്ചറിയും? ബോസിന്റെ ഐഡിയ. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആവാം. ഈ മൈക്കാട്ട് മുസ്ലിം വെക്കിട്ടുകാരൻ ഒരു ബാധനെ ഞാൻ സമ്മതിക്കില്ല. ഒഴിപ്പിക്കും ഞാൻ. ഒഴിഞ്ഞു പോവാതെ, ഒഴിഞ്ഞു പോവാനാണ് ഞാൻ പറഞ്ഞത്. ഒഴിപ്പിക്കാൻ എനിക്കറിയാം. ഇവന്റെ ബാധ ഒഴിഞ്ഞിട്ട് നമ്മുടെ പൈസ കിട്ടുമോ മുതലാളി? കരുതാക്കുളത്തൊന്നും പറയാതടാ. ഉറുപ്പിയോ 1-2 അല്ല അവൻ തരാനുള്ളത്. ബാക്കിയുള്ളവന്റെ മനസമാധാനം കളയാനായിട്ട് അവന്റെ അമ്മ കെട്ടിക്കാൻ പുഴച്ചാടിയതല്ലേ. എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞത് ആളെ രക്ഷിക്കാൻ പുഴ ചാടിയതാണല്ലോ, അമ്മയെ കെട്ടിക്കാനായിരുന്നല്ലേ. ഗുണ്ടകളുടെ വില കളയാൻ ഇറങ്ങിയിരിക്കുന്ന പന്നികള്. ഇയാളുടെ പൂജയും മന്ത്രവാദം കൊണ്ടൊന്നും ഇത് മാറാൻ പോണില്ല. വല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞാൽ അതിന് സമ്മതിക്കത്തു. അതിന്റെ ഒന്നും ആവശ്യമില്ല ദേവാ. ഇതാ പുഴ വീണപ്പോ എന്തോ കൊണ്ട് പേടിച്ചതാ. അത്ര മോശക്കാരനൊന്നും അല്ല ഈ മൈക്കാട്ട് മൂസ്. എങ്ങാനും മൈക്കാട് പണിക്കിടന്ന മൂസയാ ഇപ്പൊ പട്ടെടുത്ത് ഭസ്മം പൂശി മൂസായത്. മൈക്കാട് മൂസ് ഇവൻ കള്ളനാ. ഇതാരൊക്കെയാണെന്നറിയില്ലേ? എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ അഭിനയിച്ചോ കലക്കുണ്ട്. കാശ് കൊടുക്കാനുള്ളവരെ പറ്റിക്കാൻ ഇതിലും നല്ലൊരു അടവ് വേറെ ഇല്ല മോനെ. സ്വാമി, പൂജാകർമ്മ വേളയിൽ അലോസരപ്പെടുത്തരുത്. മൂർത്തി കോപിക്കും. മൂർത്തി കോപിക്കണേല് മുമ്പ് ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരട്ടെ. ഇതില്ല, ഇതുള്ളൂ. നിനക്ക് മൂത്രം ഒഴിക്കണോടാ. എടോ തന്നെ തന്നെയാ വിളിച്ചത്, കേട്ടില്ലേ? ഇല്ല, ആരാ മനസ്സിലായില്ല. എന്റെ പേര് പീതാംബരൻ. നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആഹാ,
തനിക്ക് പൊട്ടായോ? ഉവ്വ്, ഞങ്ങള് രണ്ടുപേരും കൂടിയാണല്ലോ പുഴയിൽ ചാടിയത്. എന്റെ ദേഹത്തും കൂടി പ്രേതം. എടാ പരമേ, ആ കൂടിയരെ അങ്ങ് ഒഴിപ്പിച്ചേ. വേണ്ട, കൂടിയ പ്രേതം ഒഴിഞ്ഞു പോയെന്നാ തോന്നണേ. പോയി അല്ലേ? നിങ്ങളുടെ പേര് ദാസപ്പൻ, ഇവര് രണ്ടുപേരും നിങ്ങളുടെ ശിഷ്യന്മാർ. എന്റെ ദാസപ്പ, നിങ്ങൾക്കൊക്കെ തരാനുള്ള മുഴുവൻ തുകയും ഏതോ ബാങ്കിലിട്ട് മടങ്ങി വരുന്ന വഴി അവൻ പുഴയിൽ ചാടിയത്. ഏത് ബാങ്കിലാണെന്ന് അവന് മാത്രമേ അറിയൂ. സത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ഓഹോ, അതിന് മാത്രം തുക ആരാണാവോ അവന് കൊടുത്തത്? അതും അവന് മാത്രമേ അറിയൂ. അവന്റെ ഏതോ ഒരു അകന്ന ബന്ധുവാണെന്ന് ഞാൻ അറിഞ്ഞത്. ഇനി ഇപ്പൊ ശിവൻകുട്ടിക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ ഒരു രക്ഷയില്ല എന്റെ ദാസപ്പ. ഏതായാലും ഇത്രയും നാള് ഞാൻ കാത്തു. അവന്റെ പട്ടി ഞാൻ മാറ്റിക്കോളാം. അല്ല ബോസേ, മൂക്കറ്റും കടവും പ്രാരാബ്ദമുള്ള ഈ വട്ടനെ അങ്ങനെ എന്തിനാ തട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞത്? അതൊന്നും ഒരു പ്രൊഫഷണൽ കില്ലർ അറിയേണ്ട കാര്യമല്ല. ഫോട്ടോയിലുള്ള ആളെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു, നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ച് വിഴുങ്ങി. ഇനിയിപ്പോ വട്ടനോ ചട്ടനോ പൊട്ടനോ എന്ത് പണ്ടാരമായാലും വേണ്ടില്ല, കൊണ്ടു കൊടുത്ത് ബാക്കി കാച്ചു കൈപ്പറ്റുക. ദാറ്റ്സ് ഓൾ. കയ്യിൽ 5 പൈസയില്ല. പറഞ്ഞു നാവിടത്തില്ല. അയാളാ. ഇവനെ കെട്ടിയേപ്പിക്കാമെന്ന് നമ്മൾ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ബോസേ, തൽക്കാലം ഫോൺ സ്വിച്ച് ഓഫ് ആയി. എടുക്കണ്ട. ഇവനെ പൊക്കിയതിനു ശേഷം നമുക്ക് അങ്ങോട്ട് വിളിക്കാം. വെറുതെ എന്തിനാ ബോസേ നമ്മതറിയേക്കണത്? സാർ അവർ ഫോൺ എടുക്കുന്നില്ല, കട്ട് ചെയ്യുന്നു. ETH ഒരുത്തനെ കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചതാ. എന്നിട്ട് ആളിവിടെ എത്തിയിട്ടും അവന്മാരെ കാണാനില്ല. ഒരു പ്രൊഫഷണൽ കില്ലേഴ്സ്. അവന്റെ അമ്മയുടെ എവിടുന്ന് കിട്ടിയിടോ തനിക്ക് അവന്മാരെ? സാർ അത് ഇനി അവന്മാരെ വിട്ടേക്ക്. പക്ഷേ ജീവൻ എന്റെ മകളുടെ കരുത്തിൽ താലി കെട്ടുന്നതുവരെ നമ്മുടെ ശ്രദ്ധ അവന്റെ മേലുണ്ടാവണം. സർ, ഇവന്റെ ഈ ഒളിച്ചോട്ടം ഇനി ഉണ്ടാവരുത്. ഓക്കെ സാർ. ജീവൻ ഇഷ്ടമില്ലാത്ത ഈ വിവാഹത്തിന് അവനെ നിർബന്ധിക്കരുത്. ഇനി നിങ്ങളുടെ ഈ അത്യാഗ്രഹത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. ഈ പറഞ്ഞത് നീ ഒന്നുകൂടി ആവർത്തിച്ചാൽ നാക്ക് ഞാൻ പിഴുതെടുക്കും. ഞാൻ പറയുന്നത് കേട്ട് ഈ വിവാഹം കഴിയുന്നതുവരെ ഇവിടെ ഏതെങ്കിലും മൂലയിൽ അടങ്ങി ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. ജീവൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചാൽ നിനക്ക് മകനും പടിക്ക് പുറത്തായിരിക്കും സ്ഥാനം. സ്വത്ത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയാണല്ലോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും രാജശേഖരൻ എന്ന കോടീശ്വരനെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ചത്. അതെ, സ്വത്തിനു വേണ്ടിയാ. ഭർത്താവ് ഉപേക്ഷിച്ച് കൈക്കുഞ്ഞുമായി വീട്ടിൽ വലിഞ്ഞു കയറി വന്ന നിന്നെ രാജശേഖരൻ മുതലാളിയുടെ തലയിൽ കെട്ടിവെച്ചത് അതിനുവേണ്ടി തന്നെയാ. പക്ഷേ അതെനിക്ക് മാത്രം സുഖിക്കാനല്ല, നിനക്കും നിന്റെ മകനും കൂടി വേണ്ടിയാ. സ്വത്തിൽ നിനക്കും ജീവനും തുല്യ അവകാശമാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞില്ലേ അങ്ങേര് ചത്തത്? എന്നിട്ട് പ്രമാണം നോക്കിയപ്പോ സ്വത്ത് മുഴുവൻ ജീവന്റെ പേരിലും. ഇനി ഇതിന്റെ അവകാശവും പറഞ്ഞ് നിന്നെയും കൊണ്ട് വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങാൻ എനിക്ക് സമയമില്ല. എന്റെ മനസ്സിലെ ഒരുപാട് പദ്ധതികളുണ്ട്. അതിന് തടയിടാൻ ശ്രമിച്ചാൽ സ്വന്തം കൂടപ്പുറപ്പാണെന്ന് നോക്കില്ല ഞാൻ. കൊന്നു തള്ളു ഞാൻ.